കാവ്യ ഷോപ്പിങ്ങിന് പോകാമെന്ന് പറഞ്ഞപ്പോൾ ഞെട്ടിയത് ജാനകിയായിരുന്നു. അവളെ അറിയുന്ന ആരെങ്കിലും കാണുമോ എന്നുള്ള ഭയമായിരുന്നു അവൾക്ക്. എന്തായാലും വരുന്നിടത്ത് വെച്ച് കാണാം എന്ന ചിന്തയിൽ അവൾ അവരോടൊപ്പം പോവാൻ തയ്യാറായി. വിക്രമൻ തൻ്റെ ജീപ്പിൽ കയറി ഡ്രൈവിംഗ് സീറ്റിലിരുന്നു. അപ്പോൾ അങ്ങോട്ടേക്ക് മണി എത്തിയതും കാവ്യയും ജാനകിയും എത്തിയതും ഒരുമിച്ചായിരുന്നു. മണിയെ കണ്ടതും വിക്രമൻ അവനോട് കൂടെ വരാൻ പറഞ്ഞു. അത് കേട്ടതും മുന്നിലെ സീറ്റിൽ കയറാൻ നിന്ന മണിയെ കാവ്യ കണ്ണുകൾ കൊണ്ട് വിലക്കി. അത് മനസ്സിലാക്കിയ മണി ഒന്നും മിണ്ടാതെ ജീപ്പിൻ്റെ പുറകിലേക്ക് വന്നിരുന്നു. കാവ്യയും ജീപ്പിൻ്റെ പുറകിൽ വന്നിരുന്നു. ജാനകി ജീപ്പിൻ്റെ മുൻസീറ്റിൽ കയറിയിരുന്നു. പിന്നെ തന്നെ ആരും കാണാതിരിക്കുവാൻ ചുരിദാറിൻ്റെ ഷാള് കൊണ്ട് മുഖം മൂടി. വിക്രമന് ജാനകി മുന്നിൽ വന്നിരിക്കുന്നത് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും അവൻ അത് മുഖത്ത് കാണിക്കാതെ വണ്ടിയെടുത്തു. അവർ നേരെ പോയത് ശിവദുർഗയിൽ നിന്ന് കുറച്ചു ദൂരെയുള്ള ഒരു സിറ്റിയിലേക്കാണ്. വിക്രമൻ്റെ ജീപ്പ് ഒരു വലിയ തുണിക്കടയുടെ മുന്നിൽ നിർത്തി. എല്ലാവരും ആ തുണിക്കടയിലേക്ക് കയറി. തുണിക്കടയിലേക്ക് കയറിയതും ജാനകി തൻ്റെ മുഖത്തെ ഷാൾ മാറ്റി. അവൾ നേരെ ലേഡീസ് സെക്ഷനിലേക്ക് പോയി. വിക്രമൻ ആദ്യം കൂടെ പോകാൻ ചെറിയ മടി കാണിച്ചുവെങ്കിലും കാവ്യയുടെ നിർബന്ധം കൊണ്ട് അവൻ അവരുടെ കൂടെ പോയി. ഒപ്പം മണിയും. അവർ നേരെ പോയത് ചുരിദാർ സെക്ഷനിലേക്കായിരുന്നു. അവിടെ നിന്ന് കാവ്യയ്ക്കും ജാനകിക്കും ഓരോ ചുരിദാർ വീതം എടുത്തു. അതേസമയം അതേ തുണിക്കടയുടെ പുറത്ത് ഒരു കാറ് വന്നു നിന്നു. കാറിൽ നിന്ന് റാമും അവൻ്റെ കൂട്ടുകാരൻ അർജുനും ഇറങ്ങി. അർജുൻ ആ നാട്ടുകാരനാണ്. അവനെ കാണാൻ വന്നതാണ് റാം. അവർ വെറുതെ കറങ്ങാൻ വന്നതാണ്. റാമും അർജുനും തുണിക്കടയിലേക്ക് കയറി. അവർ നേരെ ജെൻസ് കളക്ഷനിലേക്ക് പോയി. ജെൻസ് കളക്ഷൻ്റെ ഭാഗത്തേക്ക് പോകുന്ന വഴിക്കാണ് സാരിയുടെ കളക്ഷൻ. അവിടെ എത്തിയതും ജാനകിക്ക് ഒരു സാരി വാങ്ങാൻ അവന് തോന്നി. അവൻ സാരി കളക്ഷൻ്റെ ഭാഗത്തേക്ക് നടന്നു. റാമിനൊരു ഫോൺ വന്നു. അവൻ അത് അറ്റൻഡ് ചെയ്ത് തിരികെ പുറത്തേക്ക് പോയി. ജാനകിയും കൂട്ടരും ഷർട്ട് കളക്ഷനിൽ ചെന്ന് വിക്രമന് പറ്റിയ ഷർട്ടുകൾ നോക്കുന്ന തിരക്കിലാണ്. കുറേ ഷർട്ടുകൾ മാറി മാറി നോക്കിയിട്ടും ജാനകിക്ക് ഒന്നും ബോധിക്കുന്നില്ലായിരുന്നു. അവസാനം ഒരു കറുപ്പും ചുവപ്പും കലർന്ന ഒരു ചെക്ക് കളർ ഷർട്ട് അവൾ തിരഞ്ഞെടുത്തു. അതുമാത്രമല്ല, ഒരു 2-3 ഷർട്ട് അവനായി അവൾ വാങ്ങി. എന്നിട്ട് അവർ നേരെ പോയത് സാരി കളക്ഷനിലേക്കാണ്. ജാനകിയും കാവ്യയും ചേർന്ന് ജാനകിക്ക് കുറേ സാരികൾ നോക്കിയെങ്കിലും ഒന്നും അവർക്ക് ബോധിച്ചില്ല. കാവ്യ പെട്ടെന്ന് ഒരു വശത്ത് മണിയോടൊപ്പം മാറി നിൽക്കുന്ന വിക്രമിൻ്റെ അടുത്തേക്ക് ചെന്നു. ചേട്ടാ, ചേച്ചിക്കൊരു നല്ല സാരി സെലക്ട് ചെയ്ത് കൊടുക്കാവോ? ഞാനൊന്നുമില്ല, നിങ്ങൾ തന്നെ എന്തെങ്കിലും എടുത്തോ. അങ്ങനെ പറയണ്ട, വാ ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്ക്. അതും വിക്രമൻ നിഷേധിച്ചെങ്കിലും കാവ്യ അവനെ നിർബന്ധിച്ച് കൂട്ടിക്കൊണ്ടുപോയി. അവൻ ഒരു വഴിയുമില്ലാതെ സാരി സെലക്ട് ചെയ്യാൻ തുടങ്ങി. പെട്ടെന്ന് അവൻ്റെ കണ്ണിൽ ഒരു ഇളം ചുവപ്പ് പട്ടുസാരി ഉടക്കി. സെയിൽസ് ഗേളോട് അവൻ അതെടുക്കാൻ പറഞ്ഞു. സെയിൽസ് ഗേൾ ആ സാരി എടുത്ത് അവരുടെ മുന്നിൽ വെച്ചു. ജാനകി സന്തോഷത്തോടെ ആ സാരി എടുത്ത് ട്രയൽ റൂമിലേക്ക് സാരി മാറാനായി പോയി. ഇതേ സമയം റാമും അർജുനും സാരി കളക്ഷനിലേക്ക് വീണ്ടും വന്നു. അവർ നേരെ വിക്രമനും കാവ്യയും മണിയും നിന്ന ഇടത്തേക്ക് വന്നു. റാം അവിടെ വിക്രമിനെ കണ്ടെങ്കിലും ദേഷ്യത്തോടെ അവനെ മൈൻഡ് ചെയ്യാതെ റാം ജാനകിക്ക് ചേർന്ന ഒരു സാരി നോക്കുന്ന തിരക്കിലായിരുന്നു. വിക്രമൻ റാമിനെ അധികം കാണാഞ്ഞതുകൊണ്ട് അവൻ റാമിന് മനസ്സിലായില്ല. റാം ഒരു ഇളം നീല കളറിൽ കൊച്ചു പൂക്കളോട് ചേർന്ന ഒരു പട്ടുസാരി അവന് നന്നായി ബോധിച്ചു. അവൻ അത് വാങ്ങി. ശേഷം അവൻ മറ്റൊരെണ്ണം കൂടി നോക്കി. അതേസമയം ജാനകി ട്രയൽ റൂമിൽ നിന്ന് സാരി ഉടുത്ത് അങ്ങോട്ടേക്ക് നടന്നു വന്നുകൊണ്ടിരുന്നു. കാവ്യ ജാനകിയെ കണ്ട് അത്ഭുതത്തോടെ നോക്കി നിന്നു. അതേ അത്ഭുതത്തോടെ തന്നെ അവൾ തിരിഞ്ഞു നിന്ന് മണിയോട് സംസാരിച്ച് നിൽക്കുന്ന വിക്രമനെ വിളിച്ചു. അങ്ങോട്ടേക്ക് നോക്കേട്ടാ, ചേച്ചിയെ ഇങ്ങനെ കാണാൻ എന്ത് സുന്ദരിയാണല്ലേ. കാവ്യ പറഞ്ഞത് കേട്ട വിക്രമൻ ജാനകിയെ തിരിഞ്ഞു നോക്കി. ആ നോട്ടത്തിൽ നിന്ന് കണ്ണെടുക്കാതെ സാരി ഉടുത്ത് നടന്നു വരുന്ന അവളെ നോക്കി അങ്ങനെ തന്നെ നിന്നുപോയി വിക്രമൻ. തന്നെ കണ്ണെടുക്കാതെ നോക്കി നിൽക്കുന്ന വിക്രമനെ കണ്ട് നാണം കലർന്ന ചെറുപുഞ്ചിരിയോടെ ജാനകി നടന്നു വന്നു. ശരിക്കും പറഞ്ഞാൽ വിക്രമൻ്റെ കണ്ണുകൾ മാത്രമല്ല, ജാനകിയെ ആ വേഷത്തിൽ കണ്ട കടയിലെ എല്ലാവരുടെയും അവസ്ഥ അതുതന്നെയായിരുന്നു. കാരണം
അത്രയ്ക്കും സുന്ദരിയായിരുന്നു അവൾ ആ വേഷത്തിൽ. റാം അപ്രതീക്ഷിതമായി സാരിയിൽ നിന്ന് കണ്ണെടുത്ത് ചുറ്റും നോക്കിയപ്പോൾ പകുതി പേരും ഒരു വശത്തേക്ക് തന്നെ അത്ഭുതത്തോടെ നോക്കി നിൽക്കുന്നതാണ് കണ്ടത്. റാം പെട്ടെന്ന് എല്ലാവരും നോക്കുന്ന വശത്തേക്ക് നോക്കി. അങ്ങോട്ട് നോക്കിയ റാമിന് ജാനകി ആ വേഷത്തിൽ അവിടെ കണ്ടപ്പോൾ അത്ഭുതവും അതോടൊപ്പം ഞെട്ടലും തോന്നി. അതേ ഞെട്ടലോടെ റാം ജാനകിയുടെ അടുത്തേക്ക് പോയി. തൻ്റെ മുന്നിൽ അപ്രതീക്ഷിതമായി റാമിനെ കണ്ടതും ജാനകി ശരിക്കും ഞെട്ടി. ജാനകി, നീ എന്താ ഇവിടെ? നീ നിന്റെ കൂട്ടുകാരിയുടെ കല്യാണത്തിന് പോയതല്ലേ? റാം കൗതുകത്തോടെ അവളോട് ചോദിച്ചു. ജാനകി റാമിനോട് എന്തു പറയണമെന്നറിയാതെ പകച്ചു നിന്നു. അപ്പോഴേക്കും കാവ്യ ഒരു ചെറു പുഞ്ചിരിയോടെ ജാനകിയുടെ അടുത്തേക്ക് വന്നു. ചേച്ചി, ഇങ്ങനെ കാണാൻ നല്ല രസമുണ്ട് കേട്ടോ, കാവ്യ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. ശേഷം ജാനകിയുടെ മുഖത്തേക്ക് നോക്കുന്ന റാമിനെ കാവ്യ ആരാണെന്ന ഭാവത്തിൽ സംശയത്തോടെ നോക്കി. എന്നിട്ട് റാമിനെ നോക്കി കാവ്യ എന്തോ പറയാൻ തുടങ്ങിയതും ജാനകി ഇടയിൽ കയറി പറഞ്ഞു. റാം, എൻ്റെ കൂട്ടുകാരിയുടെ നാട് ഇവിടെയാ. താൻ പറയുന്നത് കേട്ട് വിശ്വാസം വരാതെ സംശയത്തോടെ കാവ്യയെ തന്നെ നോക്കി നിൽക്കുന്ന റാമിനെ നോക്കി ജാനകി തുടർന്നു. ഇത് എൻ്റെ ഫ്രണ്ടിൻ്റെ സിസ്റ്ററാണ്. ഞങ്ങൾ വെറുതെ ഷോപ്പിങ്ങിന് ഇറങ്ങിയതാ. ജാനകി എങ്ങനെയൊക്കെയോ പറഞ്ഞൊപ്പിച്ചു. ചേച്ചി ഇതെന്താണ് പറയുന്നത് എന്ന ഭാവത്തിൽ കാവ്യ ജാനകിയെ നോക്കി. ജാനകി അവളെ നോക്കി കണ്ണിറുക്കി കാണിച്ചു. എന്നിട്ടും റാം സംശയത്തോടെ ജാനകിയെ നോക്കി നിന്നു. കാവ്യാവട്ടെ ഇതാരാണെന്ന ഭാവത്തിൽ ജാനകിയെ നോക്കി. എന്നിട്ട് അവൻ തിരിഞ്ഞ് തൻ്റെ പുറകെ നിൽക്കുന്ന വിക്രമിനെ നോക്കിയ ശേഷം കാവ്യയെ നോക്കി പറഞ്ഞു. ഇതേ പെൺകുട്ടിയെ ഞാൻ ഇവൻ്റെ കൂടെ കണ്ടതാണല്ലോ. ഇവൻ്റെ ആരെങ്കിലുമാണോ ഇവൾ? റാം പറഞ്ഞത് കേട്ട് ജാനകി കാവ്യയെയും വിക്രമനെയും മാറി മാറി ദയനീയമായി നോക്കി. അവൾ എന്തു പറയണമെന്നറിയാതെ നിന്നു. ഇതെൻ്റെ ഏട്ടനാ. റാം പറഞ്ഞത് കേട്ട് കാവ്യ പെട്ടെന്ന് പറഞ്ഞു. ഏട്ടനോ? ഇവൾ ഈ തെമ്മാടിയുടെ അയ്യത്തിയാണോ? അപ്പോൾ നീ ഇവൻ്റെ വീട്ടിലാണോ നിൽക്കുന്നത്? അത് കേട്ടതും ജാനകിക്ക് എന്തു പറയണമെന്നറിയാതെ നിന്നു. ഇപ്പോൾ തന്നെ ഭൂമി പിളർന്ന് താഴേക്ക് പോയാൽ മതി എന്ന് തോന്നി അവൾക്ക്. അതിനു മറുപടിയായി വീണ്ടും കാവ്യ എന്തോ പറയാൻ തുടങ്ങിയതും വിക്രമൻ പെട്ടെന്ന് ഇടയിൽ കയറി പറഞ്ഞു. അതെ, ഇവൾ എൻ്റെ അനിയത്തിയാണ്. പിന്നെ അനിയത്തിയാകണമെങ്കിൽ രക്തബന്ധം തന്നെ വേണമെന്നില്ല. എന്നിട്ട് അടുത്ത് നിന്ന് സെയിൽസ് ഗേളിനെ നോക്കി. ഇവളും എൻ്റെ സഹോദരിയാണ്. പിന്നെ ഇവളും. ഇവരെല്ലാം എൻ്റെ സഹോദരിമാരെ പോലെ തന്നെയാണ്. അവിടെ നിന്ന എല്ലാ പെൺകുട്ടികളെയും നോക്കി അവൻ പറഞ്ഞു. പിന്നെ അവൻ ജാനകിയുടെ മുഖത്തേക്ക് നോക്കി തുടർന്നു. പിന്നെ ഇവളും എൻ്റെ പെട്ടെന്ന് തന്നെ രൂക്ഷമായി നോക്കുന്ന ജാനകിയുടെ കണ്ണുകൾ കണ്ടതും അവൻ തൻ്റെ വാക്കുകൾ പാതിയിൽ നിർത്തി. എന്നിട്ട് റാമിനെ നോക്കി വിക്രമൻ വീണ്ടും തുടർന്നു. ഞാൻ എൻ്റെ അമ്മയ്ക്ക് ഒരു സാരി വാങ്ങാൻ വന്നതാണ്. ഇനി ഞാൻ വാങ്ങുന്നില്ല. അതും പറഞ്ഞുകൊണ്ട് അവൻ അവിടെ നിന്ന് പോയി. മണിയും അവൻ്റെ കൂടെ പോയി. വിക്രമൻ അവിടെ നിന്ന് പോയതും ജാനകിയുടെ ശ്വാസം നേരെ വീണു. അല്ല, റാം എന്താ ഇവിടെ? ഞാൻ എൻ്റെ കൂട്ടുകാരൻ്റെ അടുത്തേക്ക് വന്നതാണ്. അപ്പോഴേക്കും അർജുൻ അങ്ങോട്ടേക്ക് വന്നു. റാം അർജുനെ ജാനകിക്കും ജാനകിയെ അർജുനും പരിചയപ്പെടുത്തി കൊടുത്തു. ഇത് അർജുൻ എൻ്റെ ഫ്രണ്ടാണ്. അർജുൻ, ഇത് ജാനകി എൻ്റെ ഫിയാൻസിയാണ്. അർജുൻ ജാനകിയെ വിഷ് ചെയ്തു. ജാനകി തിരിച്ചും. ശേഷം അവർ യാത്ര പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പോയി. പോകുന്നതിന് മുമ്പ് റാം ജാനകിയോട് പറഞ്ഞു, അല്ല, മാഡം എപ്പോഴാ വീട്ടിലേക്ക് തിരിച്ചു വരുന്നത്? റാം ചെറു പുഞ്ചിരിയോടെ ചോദിച്ചു. 2 ദിവസം കൂടി, ജാനകിയും പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു. പിന്നെ റാം അവിടെ നിന്ന് പോയി. അത് കഴിഞ്ഞ് ജാനകിയും കാവ്യയും അവിടെ നിന്ന് പോയി. പുറത്ത് അവർ വരുന്നത് കാത്ത് വിക്രമനും മണിയും നിൽപ്പുണ്ടായിരുന്നു. ജാനകിയും കാവ്യയും റാം അവിടെ എവിടെയും ഇല്ലെന്ന് ഉറപ്പ് വരുത്തിയ ശേഷം വിക്രമൻ്റെ ജീപ്പിൽ കയറി. അവർ കയറിയതും വിക്രമൻ അവിടെ നിന്ന് ജീപ്പ് പായിച്ചു. അതേസമയം കറുത്ത കാവ്യ അണിഞ്ഞ സന്യാസി തൻ്റെ ഗുഹയിൽ കോപാലകനായി നിൽക്കുന്നു. അയാളുടെ മുന്നിൽ പഞ്ചപൂച്ചമടക്കി ഒരാൾ നിൽപ്പുണ്ടോ? നിന്നെ ഒരു ജോലി ഏൽപ്പിച്ച ഞാനാണ് മണ്ടൻ. ആളുകളെ പേടിപ്പിക്കാനല്ലാതെ നിന്നെക്കൊണ്ട് എന്തിന് കൊള്ളാം? ആ സന്യാസി ഒന്ന് നിർത്തി വീണ്ടും തുടങ്ങി. നീ ഒരു കാര്യം ചെയ്, എങ്ങനെയെങ്കിലും വിക്രമനെ മായാവനത്തിലെത്തിക്ക്. ബാക്കി ഞാൻ നോക്കിക്കൊള്ളാം.
ഉഗ്രൻ സമ്മതത്തോടെ തലയാട്ടിയ ശേഷം അവിടെ നിന്നും അപ്രത്യക്ഷമായി. അതേസമയം ഇടിഞ്ഞു പൊളിഞ്ഞ ദേവീ കോവിലിന് മുന്നിൽ രക്ഷസും സന്യാസിയും നിൽക്കുന്നു. രണ്ടുപേരുടെയും മുഖത്ത് നിരാശ നിഴലിക്കുന്നുണ്ട്. പെട്ടെന്ന് ദേവീ കോവിലിൽ പ്രകാശഭരിതമായി. പെട്ടെന്ന് അവിടെ ഒരു അശരീരം ഉയർന്നു. മായാവനം. റാമിനെയും ജാനകിയെയും എങ്ങനെയെങ്കിലും അവിടെ എത്തിക്കുക. പക്ഷെ ഒന്നോർക്കുക, പല ആപത്തുകൾ അവർക്കായി അവിടെ കാത്തിരിപ്പുണ്ടാവും. പെട്ടെന്ന് ആ അശരീരം നിൽക്കുകയും ചെയ്തു. മായാവനം. മായ കൊണ്ടും മന്ത്രങ്ങൾ കൊണ്ടും പണിത ഒരു മായാവനം. സാധാരണ ഒരു വനമായി തോന്നുമെങ്കിലും പല നിഗൂഢതകളും മായകളും തന്ത്രങ്ങളും ആപത്തും ഒളിഞ്ഞിരിക്കുന്ന ഒരു വനം. ശിവദുർഗയിൽ നിന്ന് 10 മൈൽ മാറി സുന്ദരവനം എന്ന മനോഹരമായ കാട്. പുറം മോടിയുടെ മനോഹാരിതയിൽ ആ കാട്ടിലൂടെ കിലോമീറ്റർ ഉള്ളിലേക്ക് സഞ്ചരിച്ചാൽ മായാവനം എത്തിച്ചേരും. പക്ഷേ അവിടുന്ന് കാണുമ്പോഴും അതൊരു സാധാരണ വനമായി തന്നെ തോന്നും. ആ മായാവനത്തിലേക്ക് പോവാൻ നിയോഗമുള്ളവർക്ക് മാത്രം അനുവാദമുള്ള മായാ സൃഷ്ടിയിൽ പിറന്ന മായാവനം എന്ന നിഗൂഢത നിറഞ്ഞ കാട്. ആ മായാവനത്തിൽ എന്തായിരിക്കും വിക്രമിനും റാമിനും ജാനകിക്കുമായി കാത്തിരിക്കുന്നത്? റാമിന് വിക്രമിൻ്റെയും ജാനകിയുടെയും സത്യം മനസ്സിലാക്കുമോ?